إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറായിലൂടെ വളരെ ഗൗരവമുള്ളൊരായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ, എന്തൊരു വിപത്താകട്ടെ, ദുരന്തമാകട്ടെ, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് നിമിത്തമാണ്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, മിൻ മുസീബത്തിൻ ഫീ ദീനികും വദുനിയാകും വഫീ അബ്ദാനിഹിം വഅംവാലിഹിം വഔലാദിഹിം. നിങ്ങളെ ബാധിക്കുന്ന മുസീബത്ത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ദീനിനെ ബാധിക്കുന്ന മുസീബത്താകട്ടെ, അതല്ല ദുനിയാവിൽ നിങ്ങൾ നേരിടുന്ന മുസീബത്തുകളാകട്ടെ, പരീക്ഷണങ്ങളാകട്ടെ. വഫീ അബ്ദാനിഹിം, നിങ്ങളുടെ ശരീരത്തിൽ രോഗമായോ മാറാവ്യാധികളായോ നിങ്ങൾ ശാരീരികമായി നേരിടുന്ന പരീക്ഷണങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ. വഅംവാലിഹിം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന സാമ്പത്തികമായ നഷ്ടങ്ങളാകട്ടെ, കടക്കണികളാകട്ടെ, മാന്ദ്യമാകട്ടെ, ക്ഷാമമാകട്ടെ. വഔലാദിഹിം, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ അവർ കാണിക്കുന്ന അനുസരണക്കേടാകട്ടെ, അവരുടെ വഴിതെറ്റലാകട്ടെ, വ്യതിചലനമാകട്ടെ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലും സ്വത്തിലും കുടുംബത്തിലും സന്താനങ്ങളിലും ദുനിയാവിലും ദീനിലും ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ, എല്ലാ മുസീബത്തുകളും ഈ പ്രയോഗത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഫബിമാ കസബ്തും മിനദ്ദുനൂബി വൽ ആസാം, ഫബിമാ കസബ്തും മിനദ്ദുനൂബി വൽ ആസാം, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൂട്ടിയ തിന്മകളും പാപങ്ങളും നിമിത്തമാണത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. വയഅഫു അൻ കസീർ, പക്ഷെ അധികവും
നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ അധികവും അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ അമലുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നുണ്ട്. പക്ഷേ തൗബ ചെയ്യാതെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൻപാപങ്ങൾ, അതിന്റെ കറകൾ നമുക്ക് ദീനിലും ദുനിയാവിലും സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലും മുസീബത്തുകൾ ബാധിക്കാൻ കാരണമാകുമെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കവേ മുഫസ്സിറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമുക്ക് തിന്മകൾ കാരണം നേരിടാവുന്ന നഷ്ടങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ദൂഷ്യഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ 3 ഖുതുബകളിലായി നാം സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവിൽ നേരിടുന്ന നഷ്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണമായി നമുക്കവൻ ശിക്ഷയായി, മുസീബത്തായി സംഭവിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ടതാണ് നമ്മുടെ റിസ്ക് തടയപ്പെടുമെന്നുള്ളത്. നമ്മുടെ ഉപജീവനം, നമ്മുടെ വരുമാനമാർഗം അത് തടയപ്പെടുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള പാനജലവും നമുക്കുള്ള ഭക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ കാരണമായി നമുക്ക് മുസീബത്തായി തടയുമെന്നുള്ളത്. അല്ലാഹു പറഞ്ഞില്ലേ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, തിന്മകൾ ചെയ്യാതെ, ഹറാമുകൾ മരണം വരെ ജീവിതകാലം മുഴുവൻ ഒഴിച്ചു നിർത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ വാജിബായ കാര്യങ്ങൾ മരണം വരെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്നത്, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹു ഹറാമാക്കിയത് മരണം വരെ ഒഴിച്ചു നിർത്തുക, അല്ലാഹു നിർബന്ധമാക്കിയത് ജീവിതകാലം മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വമയ്യത്തഖില്ലാഹ്, ഇങ്ങനെ ആരല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നു, യജ്അൽ ലഹു മഖ്റജ, അവനാണ് അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പോംവഴി ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ പോംവഴികൾക്ക് വേണ്ടി ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ അത് നേടാൻ വേണ്ടി അല്ലാഹുവിനോടുള്ള തഖ്വയെ കൈമോശം വരുത്തും, തിന്മകൾ പ്രവർത്തിക്കും. കച്ചവടം പൊടിപൊടിക്കാൻ, ആളുകളെ തൃപ്തിപ്പെടുത്താൻ, കല്യാണം മാമാങ്കമാക്കാൻ, കുടുംബത്തെയും സമൂഹത്തെയും അവർക്കിഷ്ടത്തിനൊത്ത് തുള്ളാൻ, നടമാടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിർബന്ധമായ കാര്യങ്ങളെല്ലാം നമ്മൾ അരിക്കാക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ 5 നേരം അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിസ്കരിക്കാൻ വരെ നമുക്ക് തടസ്സമെന്താണ്? ദുനിയാവിലെ അന്യായങ്ങളാണ്. നമ്മളായി ചമച്ചുണ്ടാക്കുന്ന ഒരു ന്യായവുമില്ലാത്ത, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഒഴികഴിവുമില്ലാത്ത ദുർന്യായങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് സൂക്ഷിക്കാൻ തടസ്സം, തഖ്വ ചെയ്യാൻ തടസ്സം, ഹറാമുകൾ ഒഴിവാക്കാൻ തടസ്സം, അല്ലാഹു വാജിബാക്കിയത് പ്രവർത്തിക്കാൻ തടസ്സം നമ്മുടെ ദുനിയാവാണ്. ദുനിയാവിലെ നമ്മൾ ആഗ്രഹിക്കുന്ന എളുപ്പമാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്താൽ, അവൻ ഹറാമാക്കിയത് നിങ്ങൾ ഒഴിവാക്കിയാൽ, അവൻ നിർബന്ധമാക്കിയത് നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിങ്ങൾ ദീനിനെ കൈയൊഴിഞ്ഞ് നേടാൻ ആഗ്രഹിക്കുന്ന എളുപ്പമുണ്ടല്ലോ, അത് അല്ലാഹു തരുന്നതാണ്. എളുപ്പമുണ്ടാകണമെങ്കിൽ അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കൂ എന്നാണ്, അല്ലാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കൂ എന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ വിചാരിക്കുന്നു തൽക്കാലത്തേക്ക് ദീനൊന്ന് കൈയൊഴിഞ്ഞാൽ, പുരുഷന്മാർ വിചാരിക്കുന്നു ഇസ്ലാമിക വസ്ത്രധാരണം തൽക്കാലത്തേക്കൊന്ന് ഒഴിച്ചു നിർത്തിയാൽ എന്റെ ഈ ജോലിയിൽ എനിക്ക് തുടരാം, കുറച്ചു കാലം വർഷങ്ങൾ സമ്പാദിച്ചാൽ, കുറച്ചൊക്കെ സേവിങ്സ് ഉണ്ടായാൽ പിന്നെ നന്നാവുന്നതിനെ കുറിച്ച്, പിന്നെ ദീനൊക്കെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അല്ലാഹു പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ നീ സൂക്ഷിക്കുന്ന പക്ഷം, തഖ്വ ചെയ്യുന്ന പക്ഷം, നീ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകും, നിന്റെ കുടുംബത്തിന്റെ വയറ് നിറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നമ്മൾ വിചാരിക്കുന്നു അല്ലാഹുവിനെ തൽക്കാലം ഇങ്ങനെയൊക്കെ ധിക്കരിച്ച് ദീൻ പതുക്കെ സൈഡാക്കിയാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച റിസ്ക് വെട്ടിപ്പിടിക്കാമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്നു. റബ്ബ് പറയുന്നു, അല്ലാഹു വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്ക് റിസ്ക് നൽകുമെന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ മഫ്ഹൂം മുഖാലഫ എന്ന് പറയും. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, തിന്മകൾ ഒഴിവാക്കിയാൽ അല്ലാഹു എളുപ്പം നൽകും. നമ്മുടെ സ്വപ്നത്തിന്റെ ഏഴയലത്ത് നമ്മൾ സ്ഥാപിക്കാത്ത ചിന്തയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വപ്നം കാണാൻ പോലും നമുക്ക് സാധിക്കാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചാൽ. അപ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കാതിരുന്നാൽ, തിന്മകൾ ഒഴിച്ചു നിർത്താതിരുന്നാൽ നമ്മുടെ റിസ്ക് നമ്മൾ വിചാരിക്കുന്ന മാർഗത്തിൽ പോലും അല്ലാഹു നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുകയില്ല തിന്മകൾ പ്രവർത്തിച്ചാൽ.
തിന്മകൾ കൊണ്ട് നമുക്ക് ദുനിയാവിൽ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം ഇതാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഇറങ്ങാൻ ദുനിയാവിൽ നാം ജീവിച്ചിരിക്കവേ നമുക്ക് മേൽ അവന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമാകുമെന്നാണ്. ഞാൻ നടയെ സൂചിപ്പിച്ച ആയത്ത് അതിനുള്ള തെളിവാണ്. ഏതൊരു മുസീബത്തും നമ്മെ ബാധിക്കുന്നുണ്ടോ തിന്മകളാണ് അതിനു കാരണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ, ഏതൊരു പരീക്ഷണം ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ലാ ബിദംബിൻ, നമ്മൾ ചെയ്യുന്ന തിന്മ കൊണ്ടല്ലാതെ അത് ഇറങ്ങുന്നില്ല. വലാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ, ഏതൊരു പരീക്ഷണം നമ്മെ ബാധിച്ചിട്ടുണ്ടോ അത് നമ്മിൽ നിന്ന് ഉയർന്നു പോകണമോ, അല്ലാഹു അതിൽ നമുക്ക് രക്ഷയൊരുക്കണമോ, തൗബ കൊണ്ടല്ലാതെ അതിന് സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ذلك بأن الله لم يكن مغيرا ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിൽ, ഐശ്വര്യത്തിൽ, സമ്പന്നതയിൽ, ധന്യതയിൽ കഴിയുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം, അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ ഒരു സമൂഹം, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു മാറ്റം വരുത്തുകയില്ല, അത് നീക്കിക്കളയുകയില്ല. അവർ പ്രയാസത്തിലും പരീക്ഷണത്തിലും പ്രതിസന്ധിയിലും അകപ്പെടുകയില്ല. അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് നന്നായി ജീവിച്ച അവരുടെ അവസ്ഥക്ക് അവർ മാറ്റം വരുത്തിയാലല്ലാതെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച അവസ്ഥയിൽ നിന്ന് സുഖങ്ങൾ ലഭിച്ചപ്പോൾ, സമ്പത്ത് ലഭിച്ചപ്പോൾ തിന്മയിലേക്ക് അല്ലാഹുവിനെ മറന്ന് അവർ സ്വയം മാറ്റം വരുത്തിയാലല്ലാതെ അവർക്ക് നൽകിയ സുഖങ്ങളിൽ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്തുകയില്ല എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന സുഖങ്ങൾ, നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ ദുനിയാവിൽ നേടിയ സൗകര്യങ്ങൾ, ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ മോഹിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാതെ ഹറാമുകൾ പ്രവർത്തിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സമ്പത്തിലെ ബറക്കത്തില്ലാതാകും, കച്ചവടത്തിൽ നഷ്ടം നേരിടും, തിന്മകളാണ് അതിന് കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫി ബൈഇഹിമാ. രണ്ട് കച്ചവടക്കാർ, അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർ, അവർക്ക് കച്ചവടം നടത്താനും അതിൽ നൊഴിയാനും ആ കച്ചവട ഇടപാടിൽ നിന്ന് പിരിയുന്നത് വരെ സാവകാശമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സത്യസന്ധത പാലിച്ചാൽ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും വിൽക്കുന്നവനും കസ്റ്റമറും സത്യസന്ധത പാലിച്ചാൽ ഉള്ളതുപോലെ പറയുകയും കച്ചവട ചരക്കിനുള്ള ന്യൂനതകൾ വ്യക്തമാക്കുകയും അത് മറച്ചുവെക്കാതെ, കളവ് കാണിക്കാതെ, വഞ്ചന കാണിക്കാതെ കച്ചവടം ചെയ്യുകയും ചെയ്താൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് സംവിധാനിക്കും. വഇൻ കതമ വകദബ, അവർ മറച്ചുവെക്കുകയും അവർ കളവ് കാണിക്കുകയും ചെയ്താൽ മുഹിഖത് ബറകതു ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിലെ ബറക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. സഹോദരങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിക്കവേ പറഞ്ഞു, സത്യസന്ധത, അതുപോലെ തന്നെ ഉള്ളതുപോലെ പറയുന്ന, നീതി പാലിക്കുന്ന അവസ്ഥ, വഞ്ചനയില്ലാത്ത അവസ്ഥ, കച്ചവടം ചെയ്യുന്ന ആളുകൾ തങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവട ചരക്കിലെ ന്യൂനത അത് കസ്റ്റമറോട് പറയാൻ മടി കാണിക്കുന്ന ആ കളവിന്റെ ലാഞ്ചന പോലും അവരെ കച്ചവടത്തിലെ ബറക്കത്തിൽ ഇല്ലാതാക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യസന്ധത നഷ്ടപ്പെട്ടാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ, വഞ്ചനയുടെ കറ ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സമ്പത്തിലെ ബറക്കത്ത് പോലും ഇല്ലാതാക്കും. ഒരുപാട് സമ്പാദിക്കുന്നുണ്ടാകും, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആസ്തി ഉണ്ടാകും, പക്ഷേ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിത്തരുന്ന ആ ബറക്കത്ത് 10 രൂപ മാത്രമാണ് മിച്ചമെങ്കിലും, 100 രൂപ മാത്രമാണ് ബാക്കിയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബറക്കത്ത് അതില്ലാതെയാകും കച്ചവടത്തിലും സമ്പത്തിലും എന്നത് പാപങ്ങളാണ് അതിന് കാരണമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഈ ദുരന്തങ്ങളിൽ നിന്ന്, തിന്മകളുടെ ദൂഷ്യഫലത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുക? തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മകൾ നമ്മെ പിടികൂടുന്ന ദുരന്ത ഫലങ്ങളിൽ നമുക്ക് സുരക്ഷയൊരുക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മഹത്തായ അടിത്തറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക, അവന്റെ ഗാംഭീര്യവും അവന്റെ വലുപ്പവും അവന്റെ മഹാത്മ്യവും ഉൾക്കൊള്ളുക എന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൽപ്പിക്കേണ്ട സ്ഥാനം കൽപ്പിക്കുന്നില്ല. അവർ അല്ലാഹുവിന്റെ ഗാംഭീര്യം കൽപ്പിക്കേണ്ടതുപോലെ കൽപ്പിക്കുന്നില്ല. ആരാണവൻ? ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി, ആകാശം അവന്റെ വലതു കരത്തിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നു. യൗമ നത്വിസ് സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ്, ഗ്രന്ഥങ്ങളിലെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ ഏഴാകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലതു കരത്തിൽ ഖിയാമത്ത് നാളിൽ പിടിച്ചെടുക്കും, ചുരുട്ടിയെടുക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ്! മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തനീയമല്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു ഉപമ കൊണ്ടുപോലും ഉപമിക്കാൻ സാധിക്കാത്ത, അങ്ങനെ പാടില്ലാത്ത അള്ളാഹുവിന്റെ വലുപ്പം പോലും, അവന്റെ ഗാംഭീര്യം പോലും, അവന്റെ മഹത്വം പോലും എത്ര അപാരമാണ്, എത്ര അപാരമാണ്! ആ റബ്ബിന്റെ വലുപ്പം മനസ്സിലാക്കാത്തവർ, ആ റബ്ബിന്റെ ഗാംഭീര്യം മനസ്സിലാക്കാത്തവർ, അവർക്കൊരിക്കലും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. എന്തുപറ്റി നിങ്ങൾക്ക്? നിങ്ങൾ അല്ലാഹുവിന് കൽപ്പിക്കേണ്ടുന്ന ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലല്ലോ. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി സൃഷ്ടിച്ചിരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? മാലക്കും ലാ തുഅള്ളിമൂന അല്ലാഹ ഹഖ്ക അളമതി. അല്ലാഹുവിന് നിങ്ങൾ കൽപ്പിക്കേണ്ടുന്ന ഗൗരവം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവന്റെ ഔന്നിത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, അവനെ കുറിച്ച് നമ്മൾക്കറിയില്ല. അവന്റെ വിശേഷണങ്ങൾ എന്താണ്, അവന്റെ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങൾ എന്താണ്, പടച്ചവനെ കുറിച്ച്, നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിന് കൽപ്പിക്കേണ്ട സ്ഥാനം കൽപ്പിക്കുക, അവന് കൽപ്പിക്കേണ്ടുന്ന മഹത്വം കൽപ്പിക്കുക? മഹാനായ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, റബ്ബിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അവന്റെ വലുപ്പം നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, അല്ലാഹു പറഞ്ഞു വഖദ് ഖലഖകും അത്വാറ, അവൻ നിങ്ങളെ പടിപടിയായി സൃഷ്ടിച്ചിരിക്കുന്ന നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുത പ്രതിഭാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു എങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബീജഗണത്തിൽ നിന്ന്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, അതൊരു രക്തക്കട്ടയായി, ഒരു മാംസകഷ്ണമായി, എല്ലുകൾ പൊതിഞ്ഞു, വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണും കാതും ഹൃദയവും കാലും കൈയും എല്ലാം നൽകി. പിന്നീട് 10 മാസത്തിന് ശേഷം ഒരു പൂർണ്ണ മനുഷ്യ കുഞ്ഞായി രൂപാന്തരം പ്രാപിച്ച് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവരായി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പിറവി നൽകി. ഇങ്ങനെ റബ്ബ് നിങ്ങളെ പടിപടിയായി സൃഷ്ടിച്ചതെങ്കിലും ആലോചിച്ച് വഖദ് ഖലഖകും അത്വാറ, അല്ലാഹുവിന്റെ മഹത്വത്തെ, അല്ലാഹുവിന്റെ വലുപ്പത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ റബ്ബിനെ നിങ്ങൾക്ക് ധിക്കരിക്കാൻ, ആ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഫമൻ ഫഅല ഹാദാ വഖദിറ അലൈഹി ഫഹുവ അഹഖു അൻ തുഅള്ളിമൂ, അവനാണ് അല്ലാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നവൻ, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്നവൻ. സഹോദരങ്ങളെ, മുൻഗാമികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, അവരിൽ പലരും ഇസ്ലാമിന് പുറത്ത് സഞ്ചരിക്കവേ, ജാഹിലിയത്തിൽ സഞ്ചരിക്കവേ അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രേരകമായത് അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ വലുപ്പത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഒരു മഗ്രിബ് നിസ്കാരത്തിൽ സൂറത്ത് തൂർ പാരായണം ചെയ്യവേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ കുറിക്കുന്ന ആയത്തുകൾ, ഹൃദയത്തിൽ തുളക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത് അതാണ്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ ആരും സൃഷ്ടിക്കാതെ സ്വയംഭൂവായവരാണോ, താനെ ഉണ്ടായതാണോ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്? അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവരാണോ, അതല്ല അല്ലാഹുവാണോ? ബല്ല യുഖിനൂൻ, ഇല്ല, അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസവും നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ നടക്കുന്നു, ശ്വസിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിഷ്പ്രയാസം ചെയ്യുന്നു. ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് നമുക്ക് മിടിക്കുന്ന ഹൃദയവും ചലിക്കുന്ന ശരീരവും തുടിക്കുന്ന രക്തവും മാംസവും മജ്ജയും ആരാണ് സമ്മാനിച്ചത്? കണ്ണുകൾ തുറക്കുന്നില്ലേ നാം? കാതുകൾ കൊണ്ട് കേൾക്കുന്നില്ലേ നാം? ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കില്ലേ നാം? ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ നാം? ഒറ്റാത്ത പാരാവാരം പോലെയുള്ള കടലിലേക്ക് നോക്കി നമ്മൾ അത്ഭുതം കൂറുന്നില്ലേ? സഹോദരങ്ങളെ, ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ
മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാദ ഖൽബി അയതീർ, അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് ഇതിന്റെ പിന്നിൽ എന്ന ചിന്ത എന്റെ ഹൃദയം പാറിപ്പോകാനായി. വദാലിക അവ്വലു മാ വഖറൽ ഈമാന ഫീ ഖൽബി, അതാണ് എന്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാനിനെ അടയാളപ്പെടുത്തിയ വാചകമെന്ന് മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവനെക്കുറിച്ചുള്ള അറിവ്, അവന്റെ അസ്മാഅകൾ, അവന്റെ ഉത്കൃഷ്ടങ്ങളായ അതിമനോഹരങ്ങളായ നാമങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള ഉന്നതമായ അപരിമേയമായ പൂർണ്ണതയുടെ ഏറ്റവും പരമാവധി എത്തി നിൽക്കുന്ന അവന്റെ ഉത്കൃഷ്ടങ്ങളായ വിശേഷണങ്ങൾ, അതിലൂടെ അള്ളാഹുവിന്റെ വലുപ്പത്തെ, അവന്റെ മഹത്വത്തെ, അവന്റെ ഔന്നത്യത്തെ തിരിച്ചറിയാത്ത ഒരു പടപ്പിനും ഒരു മനുഷ്യനും ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹറാമാക്കിയ തിന്മകൾ ഒഴിച്ചു നിർത്താൻ സാധിക്കുകയില്ല. എത്ര കൗൺസിലിംഗ് അവനെ നടത്തട്ടെ, എത്ര മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ മോട്ടിവേഷണൽ സ്പീച്ച് അവർ കേൾക്കട്ടെ, എത്ര ആളുകൾ ഒരുമിച്ച് കൂടട്ടെ, അല്ലാഹ് എന്ന ബോധം ഹൃദയത്തിൽ വാനോളം ഉയരാത്തവന് ഒരിക്കലും ഒരു തിന്മയിൽ നിന്നും, ഒരു ലഹരിയിൽ നിന്നും, ഒരു വൃത്തികേടിൽ നിന്നും മോചിതനാകാൻ സാധിക്കുകയില്ല. മഹാനായ താബിഈ വര്യൻ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ലൗ തഫക്കറ അന്നാസു ഫീ അളമത്തില്ലാഹ് ലമഅസൗ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പവും മഹത്വവും മനുഷ്യർ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലമഅസൗ, അവരെ പടച്ച റബ്ബിനെ അവർ ഒരിക്കൽ പോലും ധിക്കരിക്കില്ലായിരുന്നു, പാപങ്ങൾ അവർ പ്രവർത്തിക്കില്ലായിരുന്നു. അള്ളാഹുവിന്റെ മഹത്വവും വലുപ്പവും അവന്റെ ഗാംഭീര്യവും മനസ്സിലാക്കി അവനോട് ചെയ്യുന്ന തിന്മകൾ, സ്വന്തത്തോട് പ്രവർത്തിക്കുന്ന അതിക്രമങ്ങൾ ജീവിതത്തിൽ നിന്ന് മരണം വരെ മുച്ചൂടും പിഴുതെറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിലക്കിയ തിന്മകൾ ജീവിതത്തിൽ നിന്ന് കാലാകാലം മരണം വരെ പറിച്ചെറിയാൻ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന സുപ്രധാനമായ മറ്റൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അവൻ വാരിക്കോരി നമുക്ക് നൽകിയ കണക്കില്ലാത്ത, അറ്റമില്ലാത്ത, പരിധിയില്ലാത്ത നിഅമത്തുകൾ, അതിനെക്കുറിച്ച് ഓർക്കുക എന്നത്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, ഈ ആയത്ത് പറയാനും കേൾക്കാനും കാതോർക്കാനും എളുപ്പമാണ്, പക്ഷേ ഹൃദയത്തിൽ കൊള്ളുന്ന രൂപത്തിൽ കുറിച്ചു വെക്കാൻ വളരെ പ്രയാസമാണ്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ എണ്ണാൻ നിങ്ങൾക്ക് സാധിക്കും, എണ്ണാൻ സാധിക്കും. ലാ തുഹ്സൂഹാ, പക്ഷെ എണ്ണി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ, അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ഓർമ്മപ്പെടുത്തൽ മാത്രം മതി. ആ റബ്ബിനെ ധിക്കരിക്കാതിരിക്കാൻ, പാപങ്ങളിൽ നിന്ന് കാലാകാലം വിലയം പ്രാപിക്കാൻ നമുക്കത് മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ചരിത്രത്തിൽ നിന്നൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഖുതുബ അവസാനിപ്പിക്കാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അരിക്കൽ ഒരു യുവാവ് തിന്മകൾ അത് ജീവിതത്തിൽ വരിഞ്ഞു മുറുക്കിയ, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ അതിന് സാധിക്കാതെ, മനക്ലേശം സഹിക്കവയ്യാതെ പാപക്കറകളിൽ ആണ്ടുപോയി, ജീവിതത്തിലെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് വന്നൊരു പാപിയായ, ദോഷിയായ, തെമ്മാടിയായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഉപദേശം തേടുകയാണ്. യാ അബാ ഇസ്ഹാഖ്, ഇന്നി മുസ്രിഫുൻ അലാ നഫ്സി ഫഅരിദ് അലയ്യ മാ യകൂനു ലഹാ സാജിറൻ വമുസ്തൻഖിദൻ ലിഖൽബി. ഓ അബൂ ഇസ്ഹാഖ്, ഞാൻ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച പാപിയായ, ദോഷിയായ ഒരുത്തനാണ്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. എന്താണ് മാർഗം? അദ്ദേഹം പറഞ്ഞു, 5 കാര്യങ്ങൾ
നിനക്ക് ഞാൻ കേൾപ്പിക്കാം. ഈ 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ നടപ്പിലാക്കിയാൽ ഒരു പാപക്കറയും നിന്നെ ബാധിക്കുകയില്ല, ഒരു തിന്മയിലും നീ വീണു പോകുകയില്ല. 5 കാര്യങ്ങൾ ഞാൻ നിന്നെ കേൾപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അതെ. എന്താണ് ഒന്നാമത്തെ കാര്യം? മഹാനായ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫഇദാ അറദ്ത അൻ തഅസി അല്ലാഹ് ഫലാ തഅകുൽ റിസ്ഖഹ്. നീ അല്ലാഹുവിനെ ധിക്കാരം പ്രവർത്തിക്കാൻ, അല്ലാഹു ഹറാമാക്കിയ ഒരു തിന്മ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിന്റെ മനസ്സതിന് വെമ്പുകയാണെങ്കിൽ, നീ ഓർക്കുക, ഫലാ തഅകുൽ റിസ്ഖഹ്, അല്ലാഹു നൽകുന്ന റിസ്ക് നീ പിന്നെ ഭക്ഷിക്കരുത്. അല്ലാഹുവിന്റെ റിസ്ക് നീ പിന്നെ ഭക്ഷിക്കരുത്. അല്ലാഹു ഹറാമാക്കിയ ഒരു തിന്മ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു ഹറാം, നാടും വീടും സമൂഹം കൊട്ടിഘോഷിക്കുന്ന വലിയ സംഭവമായി വിലയിരുത്തപ്പെടുന്ന ഒരു സംഗതി ദീനിൽ ഹറാമാണോ? നിനക്കത് പ്രവർത്തിക്കാൻ മോഹമുണ്ടോ? ഫലാ തഅകുൽ റിസ്ഖഹ്, പിന്നെ നീ അല്ലാഹു നൽകുന്ന റിസ്ക് ഭക്ഷിക്കരുത്. ആ മനുഷ്യൻ പറഞ്ഞു, ഫമിൻ ഐന ആകുൽ വകുല്ലു മാ ഫിൽ അർളി മിൻ റിസ്ഖിഹി, ഞാൻ പിന്നെ എവിടെ നിന്ന് ഭക്ഷിക്കും? ഈ ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ റിസ്കല്ലയോ? അല്ലാഹു നൽകാത്ത റിസ്കല്ലാത്ത ഒരു അരിമണി പോലും ഈ ഭൂമിയിലില്ലല്ലോ, ഞാൻ എങ്ങനെ റിസ്ക് ഭക്ഷിക്കാതിരിക്കും? അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ റിസ്ക് ഭക്ഷിച്ച് അവൻ തന്ന അന്നം ഭുജിച്ച് വതഅസിയ, പിന്നെ എങ്ങനെയാണ് നീ അവനെ ധിക്കരിക്കുക? പിന്നെ എങ്ങനെയാണ് അവൻ ഹറാമാക്കിയത് നീ പ്രവർത്തിക്കുക? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വഇദാ അറദ്ത അൻ തഅസിയ ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദി, നീ അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, തിന്മകൾ പ്രവർത്തിക്കാൻ നീ മോഹിക്കുകയാണെങ്കിൽ, ഫലാ തസ്കുൻ ശൈഅൻ ഫി ബിലാദി, അല്ലാഹുവിന്റെ നാട്ടിൽ, അല്ലാഹുവിന്റെ ഭൂമിയിൽ പിന്നെ നീ ജീവിക്കരുത്. അല്ലാഹുവിന്റെ ഭൂമിയിൽ പിന്നെ നീ ജീവിക്കരുത്. ആ മനുഷ്യൻ പറഞ്ഞു, ഹാദിഹി അഅലമു മിനൽ ഊല, ഇതാദ്യം പറഞ്ഞതിനേക്കാൾ ഭയാനകമാണല്ലോ. ഇദാ കാനൽ മശ്രിഖു വൽ മഗ്രിബു വമാ ബൈനഹുമാ ലഹു ഫഅയ്ന അസ്കുൻ, ഇദാ കിഴക്കും പടിഞ്ഞാറും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതല്ലയോ? ഈ ആകാശവും ഭൂമിയും അല്ലാഹുവിന്റേതല്ലയോ? ഞാൻ പിന്നെ എവിടെ പോയി ജീവിക്കും? ഞാൻ പിന്നെ എവിടെ പോയി പാർക്കും? ഇബ്രാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, അല്ലാഹുവിന്റെ റിസ്ക് തിന്ന് അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ആ റബ്ബിനെ ധിക്കരിക്കുന്നവനാകുക? അദ്ദേഹം പറഞ്ഞു, ഹാത്തി സാലിസ, മൂന്നാമത്തെ കാര്യം എന്താണ്? ഇബ്രാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ അറദ്ത അൻ തഅസിയ വഅൻത തഹ്ത റിസ്ഖി വഫി ബിലാദി ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി മുബാരിസൻ ലഹു തഅസിഹി ഫീഹി, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവൻ തരുന്ന റിസ്ക് ഭക്ഷിച്ചുകൊണ്ട് പിന്നെയും നീ തിന്മകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹു കാണാത്ത ഒരു പഴുത്, ഒരു പത്ത് എവിടെയെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും കോണിലുണ്ടോ എന്ന് നീ പരതുക. എന്നിട്ട് അവിടെ പോയി നിന്റെ ആഗ്രഹം നീ പൂർത്തീകരിക്കുക. അല്ലാഹു കാണാത്തൊരിടത്ത് പോയി നീ ഒളിച്ചു പാർത്ത് നീ അല്ലാഹുവിനെ ധിക്കരിക്കുക. സാധിക്കുമോ നിനക്ക്? ആ മനുഷ്യൻ പറഞ്ഞു, കൈഫ ഹാദാ വഹുവ മുത്തലിഉൻ അലാ മാ ഫി സറായിർ, അതെങ്ങനെ എനിക്ക് സാധിക്കും? എന്റെ രഹസ്യങ്ങൾ വരെ അവന് പരസ്യമാകുന്നുവല്ലോ. എന്റെ കണ്ണുകളുടെ കട്ടുനോട്ടവും എന്റെ ഹൃദയത്തിന്റെ ദുർമന്ത്രണങ്ങളും അറിയുന്ന റബ്ബ് അവനെ കാണിക്കാതെ എന്തെനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? എങ്കിൽ എങ്ങനെയാണ് അവൻ നൽകിയ റിസ്ക് ഭക്ഷിച്ച് അവന്റെ ഭൂമിയിൽ പാർത്ത് അവൻ കാണാത്ത ഒരിടമില്ല എന്ന് ഉറപ്പിച്ച് നീ അവനെ ധിക്കരിക്കുന്നത് എങ്ങനെ നന്നായി തീരും? ആ മനുഷ്യൻ പറഞ്ഞു, കഴിയില്ല. എങ്കിൽ നാലാമത്തെ കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ജീവിതം അവസാനിച്ചു. അല്ലാഹുവിന്റെ ഭൂമിയിൽ അവൻ നൽകിയ റിസ്ക് ഭക്ഷിച്ച് അവനെ കാണാതെ കേൾക്കാതെ അവന്റെ കാഴ്ചയുടെയോ കേൾവിയുടെയോ അറിവിന്റെയോ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാതെ നിനക്ക് തോന്നിയതെല്ലാം പ്രവർത്തിച്ച് നീ ജീവിച്ചു. നിന്റെ ദുനിയാവിലെ യാത്ര അവസാനിച്ചു. പരലോകത്തേക്ക് നിന്റെ യാത്ര ആരംഭിച്ചു. നിന്റെ അവധി തീർന്നു. മലക്കുൽ മൗത്ത് ഇതാ നിന്നെ പിടിക്കാൻ വരുന്നു. നിന്റെ റൂഹിനെ കവരാൻ അല്ലാഹു നിശ്ചയിച്ച മരണത്തിന്റെ മലക്കിത നിന്റെ അരികിലെത്തുന്നു. ഫഖുൽ ലഹു, മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കാൻ നേരത്ത് നീ ആ മലക്കിനോട് പറയുക, അഖ്ർനി ഹത്താ അതൂബ തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ ചെയ്യുന്നത് വരേക്കും എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, എനിക്ക് തൗബ ചെയ്യാൻ, നന്മകൾ വീണ്ടെടുക്കാൻ ഒരവസരം നീട്ടിക്കൊണ്ട, ഒരൽപ്പസമയം എനിക്ക് ദീർഘിച്ചുകൊണ്ട എന്ന് നീ മലക്കുൽ മൗത്തിനോട് പറയുക. അദ്ദേഹം പറഞ്ഞു, ലാ യഖ്ബലു മിന്നി, എങ്ങനെ കേൾക്കാനാണ്? മലക്കുൽ മൗത്ത് നിശ്ചയിച്ച സമയത്ത് എന്റെ റൂഹ് പിടിക്കുകയില്ലേ? ലാ യുഅഖിറു സാഅ, ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ലല്ലോ. എങ്ങനെ അതിന് സാധിക്കും? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അഞ്ചാമതായി പറഞ്ഞു, ശരി, നിനക്ക് നിന്റെ മരണത്തിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ച അവധിയിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്തിക്കാൻ
മലക്കുൽ മൗത്തിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും നിനക്കുറപ്പുണ്ടെങ്കിൽ അഞ്ചാമതായി കേട്ടോളൂ, നിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. നീ പരലോകത്തേക്കെത്തി. തിന്മകളിൽ നിന്ന് വിട്ടുവാങ്ങാതെ, പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്യാതെ, ഹറാമുകളിൽ മുഴുകി അഭീഷ്ടങ്ങൾക്കൊത്ത് തോന്നിവാസത്തിനനുസരിച്ച് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വിധിച്ച് പരലോകത്തേക്ക് നീ ചെന്നെത്തി. അതാ നിനക്ക് നരകം വിധിക്കപ്പെടുകയും നിന്റെ വിചാരണ പൂർത്തിയാക്കപ്പെടുകയും നരകത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ജബാനിയത്തിന്റെ മലക്കുകൾ നിന്നെ പിടിച്ചു വലിച്ച് ചങ്ങലകളിൽ ബന്ധിച്ച് ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിക്കുവിൻ, അവനെ ബന്ധിക്കുവിൻ, സുമ്മൽ ജഹീമ സല്ലു, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുവിൻ എന്ന് പറയപ്പെട്ടാൽ ജബാനിയത്തിന്റെ മലക്കുകൾക്ക് ഉത്തരം ചെയ്യാതെ ഞാൻ വരില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ലാ യദഊനനി വലാ യഖ്ബലൂന മിന്നി, അവരെന്നെ വെറുതെ വിടുകയില്ലല്ലോ, അവരെന്റെ വാക്ക് കേൾക്കുകയില്ലല്ലോ, എന്റെ നരകത്തിന്റെ പടുകുടിയിലേക്ക് അവർ വലിച്ചെറിയുമല്ലോ എന്ന മനുഷ്യൻ പറഞ്ഞു എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അദ്ഹം അവസാനമായി ചോദിച്ചു, ഫകൈഫ തർജുൻ നജാത ഇദൻ, എങ്കിൽ പിന്നെ തിന്മകൾ ചെയ്ത് എവിടെ പോയി നീ ഓടി ഒളിക്കാനാണ്? ഏതാകാശമാണ് നിനക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് നിന്നെ താങ്ങി നിർത്തുക? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആരാണ് നിനക്ക് രക്ഷയൊരുക്കുക? റബ്ബിലേക്കുള്ള മടക്കമല്ലാതെ. ആ മനുഷ്യൻ പറഞ്ഞു, യാ ഇബ്രാഹിം ഹസ്ബി ഹസ്ബി, മതി ഇബ്രാഹിം, എനിക്ക് മതിയായ ഉപദേശം താങ്കൾ നൽകിക്കഴിഞ്ഞു. അന അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഇതാ അള്ളാഹുവിലേക്ക് എന്റെ സകല തിന്മകളിൽ നിന്നും ഞാൻ ഖേദിച്ച് പശ്ചാത്തപിച്ച് പാപമോചനം തേടുന്നു. ആ മനുഷ്യൻ പിന്നീട് മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ചു മരിച്ചു എന്നാണ്. സഹോദരങ്ങളെ, 5 ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടില്ലെങ്കിൽ ഏതു തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് ബാക്കിയാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. اللهم انصر المسلمين في كل مكان. اللهم عافهم، اللهم اعف عنهم، اللهم اشف مرضاهم، اللهم ارحم موتاهم، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربونا صغارا، اللهم ارحم والدينا كما ربونا صغارا، اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.